കൊൽക്കത്ത ആർ.ജി. കർ മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തൽ. വനിതാ കമ്മീഷൻ നിയോഗിച്ച അന്വേഷണ സമിതിയുടേതാണ് ഈ കണ്ടെത്തൽ. വിനീത വിജി ഡൽഹിയിൽ നിന്നും ടെലിഫോണിലുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ വനിതാ കമ്മീഷൻ രണ്ടംഗ സമിതിയെ ഇതിന്റെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ടംഗ സമിതിയാണ് ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷന് നൽകിയിരിക്കുന്നത്. അതിൽ ചില ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ രാത്രി ഈ ജോലിയിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, വനിതാ നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ ജോലിക്ക് ശേഷം ഇവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സംവിധാനവും ആശുപത്രിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഈ വനിതാ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ശുചിമുറി ഉൾപ്പെടെ ഈ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ഒരു വൃത്തിയോ ശുചിത്വമോ ഒന്നും തന്നെ ഇല്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണം വളരെ വേഗത്തിൽ നടപ്പാക്കണമെന്നാണ് വനിതാ കമ്മീഷന്റെ ആവശ്യം. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ പോലീസിൽ നിന്നും ഈ വനിതാ കമ്മീഷൻ നിയോഗിച്ച അന്വേഷണ സമിതി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് നൽകിയിരിക്കുന്നത്. രേഖാ ശർമ്മ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും ഇക്കാര്യത്തിലെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വനിതാ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ നമ്മളിപ്പോൾ ഈ ഡോക്ടർമാരുമൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് 36 മണിക്കൂറിലധികം ഈ ഡോക്ടർമാർക്ക് ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് പല ആശുപത്രികളിലും ഉള്ളത്. ഈ കൊൽക്കത്തയിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ രാത്രികാലങ്ങളിൽ ഈ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെ ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് വിശ്രമിക്കാനുള്ളൊരു മുറി ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ പ്രതിഷേധവും നടക്കുകയാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി.